ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂലൈ 31 ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു. ചിങ്ങരാശിയിൽ നിൽക്കുന്ന ബുധനുമായിട്ട് ആഗസ്റ്റ് 21 വരെ ബുധ ശുക്ര യോഗം ആ ചിങ്ങരാശിയിൽ വരുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകാവുന്ന ഒരു പൊതുഫലമാണ് പറയുന്നത്. ഇപ്പോൾ ജൂലൈ 31 ശുക്രൻ സിംഹരാശിയിലേക്ക് രാശി മാറുന്നത്. സിംഹരാശിയിലെ ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ബുധനും ശുക്രനുമായിട്ടുള്ള യോഗം ജൂലൈ 31 മുതൽ ആഗസ്റ്റ് 21 വരെ ഉണ്ടാകും. ഇപ്പോൾ സിംഹരാശി എന്ന് പറയുന്നത് പൊതുവെ ഒരു അധികാരത്തിൻ്റെയൊക്കെ രാശിയാണ്, ക്രിയേറ്റിവിറ്റിയുടെയൊക്കെ രാശിയാണ്. അതുപോലെ തന്നെ സുഖത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെയും ഗ്രഹമായിട്ടുള്ള ശുക്രനാണ് ആ ചിങ്ങം രാശിയിലേക്ക് വരുന്നത്. അതുപോലെ ബുദ്ധിയുടെയും യുക്തിയുടെയും ഗ്രഹമായിട്ടുള്ള ബുധനാണ് ആ ചിങ്ങം രാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ ബുധനും ശുക്രനുമായിട്ടുള്ളൊരു യോഗം ആ ചിങ്ങം രാശിയിൽ വരുമ്പോൾ പൊതുവെ വ്യക്തിബന്ധങ്ങളിലെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവയൊക്കെ തന്നെ സംസാരത്തിലൂടെ, നല്ല സംസാരത്തിലൂടെ, അനുരഞ്ജനത്തിലൂടെ, സ്നേഹത്തിലൂടെയൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും എന്ന് തന്നെ പറയാം. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട്, അവരുടെ തർക്കങ്ങളിലൊക്കെ ഇടപെട്ട് ഇടപെടുന്നതിനുള്ള ഒരു ഡിപ്ലോമാറ്റിക് സമീപനം ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്തുണ്ടാകും. ക്രിയേറ്റീവ് തലത്തിലും കലാതലത്തിലും മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. ബിസിനസ്സിലും പഠനത്തിലുമൊക്കെ തന്നെ പ്ലാൻ ചെയ്ത് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ ബുധശുക്രയോഗം ചിങ്ങൻ രാശിയിൽ വരിക വഴി ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നമ്മളിലെ ആശയങ്ങൾ, നമ്മുടെ ആശയങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് അത് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവും ഈ സമയത്ത് ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ പൊതുവായിട്ട് പറയുകയാണെങ്കിലും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ ബുധൻ്റെയും ശുക്രൻ്റെയൊക്കെ ജാതകത്തിലെ സ്ഥിതി ഇവയൊക്കെ വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിലൊക്കെ വ്യതിയാനം ഉണ്ടാകും. പൊതുവെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരു സ്വാധീനം ഈ ബുധശുക്ര യോഗം ചിങ്ങരാശിയിൽ വരിക വഴി ഉണ്ടാകും. ഇപ്പോൾ ചിങ്ങക്കുറുകാരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർ. അപ്പോൾ ഈ ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ശുക്രൻ 3-ാം ഭാവാധിപനാണ്. അതുപോലെ കർമ്മഭാവാധിപൻ 10-ാം ഭാവാധിപനാണ്. അങ്ങനെ 3ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ 31 ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജന്മരാശിയിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആഗസ്റ്റ് 21 വരെ ആ ബുധനും ശുക്രനുമായിട്ടുള്ള ഒരു ബുധശുക്ര യോഗം അവിടെ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ജന്മരാശിയിലാണ് ആ ശുക്രനും ബുധനും ഒക്കെ വരുമ്പോൾ കോൺഫിഡൻസ് ലെവലൊക്കെ കൂടുന്ന സമയമായിരിക്കും. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ സമയത്ത് ഉണ്ടാകും. ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമായിരിക്കും. അത്തരത്തിലുള്ളൊരു നല്ല സ്വഭാവമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ തൊഴിലിലൊക്കെ പ്രാഗൽഭ്യം, അതുപോലെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ളൊരവസരം, അതുപോലെ തൊഴിലിൽ അംഗീകാരമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തൊഴിലിടത്ത് ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാറ്റർ മാനേജ് ചെയ്യുന്നതിനും അതിന്മേൽ യുക്തിസഹമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിനുമൊക്കെ ഈ ബുധശുക്രയോഗം ജന്മരാശിയിൽ വരുന്നത് ചിങ്ങക്കുറുകാർക്ക് സഹായകമാകും. അതുപോലെ തന്നെ ശുക്രനും ബുധനും ഒക്കെ യോഗം ചെയ്യുന്നത് പൊതുവെ തൊഴിലിൽ ഉയർച്ചയ്ക്കും അതുവഴി ധനനേട്ടത്തിനും സാധ്യത കാണിക്കുന്നുണ്ട്. മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു സഹായം, അവരുടെയൊക്കെ അപ്രസിയേഷൻ, അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ സഹകരണം ഒക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ചില മേഖലയിൽ, ഇപ്പം മാർക്കറ്റിംഗ് മേഖല, അഡ്വർടൈസിംഗ് മേഖല, കമ്മ്യൂണിക്കേഷൻ മേഖല, അതുപോലെ മീഡിയ പ്രവർത്തകർ, അതുപോലെ എഴുത്തുകാർ, പ്രഭാഷകർ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, ഇവർക്കൊക്കെ തന്നെ തൊഴിലിൽ ഒരു
വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ തൊഴിൽ അന്വേഷകർക്കും അനുകൂല സമയമാണ്. ധനപരമായിട്ടും നേട്ടങ്ങളുണ്ടാകും. ഇപ്പോൾ ലഗ്നാധിപൻ പ്രത്യേകിച്ച് ആഗസ്റ്റ് 15 വരെ 12-ലാണ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ കുറുകാരുടെ ഭാഗത്ത് അല്പം ചെലവ് ആഗസ്റ്റ് 15 വരെ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് അവർക്ക് ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വേണ്ടി വരും. അപ്പോൾ യോഗകാരകനായിട്ടുള്ള കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാക്കും. ജന്മരാശ്യാധിപൻ 12 ആയതുകൊണ്ട് വിദേശ ബന്ധം വഴിയും ധനനേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെലവ് കൂടാം എങ്കിൽ തന്നെയും വിദേശ ബന്ധം വഴിയുള്ള ഒരു ധനനേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അപ്പിയറൻസൊക്കെ ആകർഷകമായതുകൊണ്ട് പൊതുവെ എതിർലിംഗക്കാരുടെയൊക്കെ ഏത് ഇപ്പോൾ മേഖലയിലായാലും എതിർലിംഗക്കാരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഈ കുറുകാർക്ക് ഈ സമയത്തുണ്ടാകും. ബുധനും ശുക്രനും ഒക്കെ 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7-ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ 7-ൽ വക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറാൻ സഹായകമാകും. അതിനു വേണ്ടുന്ന തന്ത്രങ്ങളും അതുപോലെ പ്ലാനും ഒക്കെ പുതിയ മാറ്റം വരുത്തി പോകുന്നതിനൊക്കെ ഉള്ളൊരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിന് ഒക്കെ തന്നെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 15 വരെ സൂര്യൻ 12-ലാണ്. 16 മുതൽ ആ സൂര്യൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 16-ന് സൂര്യൻ ജന്മരാശിയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ദമ്പതിമാരുടെ ഭാഗത്ത് ചിലപ്പോൾ അപ്പോൾ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് കെയർ ചെയ്യണം. പൊതുവെ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ ബുധശുക്രയോഗം ചിങ്ങൻ രാശിയിൽ വരിക വഴി ഉണ്ടാകുന്നത്. കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും, അതായത് ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവർക്ക് ബുധശുക്രയോഗം ചിങ്ങൻ രാശിയിൽ വരുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാവും നോക്കാം. ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് 2-9 ഭാവാധിപനാണ്. ആ ശുക്രൻ ജൂലൈ 31-ന് 12-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജന്മരാശ്യാധിപനും കർമ്മഭാവാധിപനുമായിട്ടുള്ള ആ ബുധൻ 12-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ആഗസ്റ്റ് 21 വരെ ബുധനും ശുക്രനുമായിട്ടുള്ള യോഗം ആ 12-ാം ഭാവരാശിയിൽ വരുന്നുണ്ട്. അപ്പം ജന്മരാശ്യാധിപൻ 12-ൽ, ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12-ൽ, 16 മുതൽ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 12-ൽ വരുന്നു. ജന്മരാശിയിൽ കേതുവുണ്ട്. ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പൊതുവേ ഈ ഗ്രഹസ്ഥിതി ഈ കൂറുകാർക്ക് ആത്മീയ ചിന്ത കൂടുന്നതിന് വഴിതെളിക്കും. അതുപോലെ ദൂരയാത്രകൾക്ക്, ഇപ്പോൾ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾക്ക്, സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന്, ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടുന്നതിന് ഒക്കെ ചിലപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. ആതുര സേവനങ്ങളിൽ ഏർപ്പെടുന്നതിനും അതുപോലെയുള്ള അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തൊഴിലിലാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫറിനോ തൊഴിലിൽ മാറ്റത്തിനോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾക്കോ ഒക്കെ സാധ്യത കാണുന്നു. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഇവിടെ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ അല്പസുഖക്കുറവ് ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം. കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധം സുഖകരമാകണമെന്നില്ല. ശത്രുക്കളുടെയൊക്കെ സാന്നിധ്യമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നും കൂടെ അറിയുക. അതറിഞ്ഞുള്ള ഒരു പ്രവർത്തനം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. പൊതുവെ സുഖച്ചെലവ് കൂടും. വീട്, വാഹനം, മറ്റു സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം, ദൂരയാത്രകൾ, ഇവയ്ക്ക് വേണ്ടിയൊക്കെ പണം ചെലവ് ചെയ്യേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ മതഗ്രന്ഥങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവുകൾ. അപ്പോൾ പൊതുവെ ഈ കുറുകാർക്ക് വിദേശ ബന്ധത്തിനും സാധ്യതയുള്ള സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ തന്നെ ചിലപ്പോൾ വിദേശ യാത്രകൾക്കൊക്കെ യോഗം കാണുന്നുണ്ട്. ഇപ്പോൾ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ
11 നിൽക്കുകയാണ് ആഗസ്റ്റ് 15 വരെ. അതിനുശേഷം അത് 12 തന്നെ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ധനവരവൊക്കെ ഉണ്ടാകും, എങ്കിലും ധനച്ചെലവ് ഈ സമയത്ത് കൂടാനാണ് സാധ്യത. കാരണം 12 ശുക്രൻ വരുന്നു, ബുധൻ ഉണ്ട്, അതുപോലെ 12 ശനിയുടെ ദൃഷ്ടിയുണ്ട്, 12 ആഗസ്റ്റ് 16 മുതൽ സൂര്യനും വരുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് നമ്മുടെ വരുമാനത്തെക്കാളും ചിലവ് കൂടുന്നു. അത് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ ആ 12 നിൽക്കുന്ന ശുക്രനും ബുധനും ഒക്കെ 6 കൂടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 6ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ വക്രത്തിൽ വേണം. അപ്പോൾ ഈ കടബാധ്യതകൾ ഉള്ളവർക്ക് ആ കടബാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമവും കൂടെ ഈ സമയത്തുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്പോൾ അതിനുള്ള ഒരു മാർഗവും കൂടെ ഈ സമയത്ത് കണ്ടെത്തും. അതേസമയം ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം, ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ഈ ബുധശുക്രയോഗം ചിങ്ങൻ രാശിയിൽ വരുന്നത് എന്ത് പ്രത്യേക ഫലം ഉണ്ടാക്കുമെന്ന് നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും അഷ്ടമഭാവാധിപനുമാണ് ശുക്രൻ. അപ്പോൾ ജന്മരാശ്യാധിപനും അഷ്ടമഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ ജൂലൈ 31 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആ 11 ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബുധനാണെങ്കിൽ 9ഉം 12ഉം ഭാവാധിപനാണ്. ആഗസ്റ്റ് 21 വരെ ആ ബുധനും ശുക്രനുമായിട്ടുള്ള ഒരു യോഗം ആ 11 വരുന്നു. അപ്പോൾ സാമ്പത്തിക നേട്ടത്തിൻ്റെ സമയം എന്ന് പറയാം. അത് സൗഹൃദങ്ങൾ വഴിയാകാം, സാമൂഹ്യ ബന്ധങ്ങൾ വഴിയാകാം, തൊഴിൽ വഴിയാകാം, മറ്റ് ക്രയവിക്രയങ്ങൾ വഴിയാകാം. അപ്പം പല സോഴ്സുകളിൽ നിന്നുള്ള ഒരു ധനനേട്ടം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ബുധശുക്രയോഗം വരുന്നത്. അപ്പം അത് ഭാഗ്യഭാവാധിപനോടൊപ്പം നിൽക്കുകയും കൂടെയാണ് എന്നുള്ളതിനാൽ കുറേ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. പൊതുവെ ചില ആഗ്രഹങ്ങളെങ്കിലും സാധിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും. ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകാം. സുഖം, സന്തോഷം ഒക്കെ ഈ സമയത്ത് അനുഭവപ്പെടാവുന്ന സമയമാണ്. പൊതുജനങ്ങളുമായിട്ട് ബന്ധം വരും. അതുപോലെ നമ്മുടെ പ്രയത്നങ്ങൾക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ അതുവഴി ഉണ്ടാകും. ചിലപ്പോൾ പുതിയ ആഗ്രഹങ്ങളുണ്ടാകും. ആത്മീയ ചിന്തയൊക്കെ കൂടുന്നതിനും അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ, പ്രത്യേകിച്ച് അസ്ട്രോളജി അതേപോലെയുള്ള ഈ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അതുവഴിയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. ജോയിൻ്റ് അസറ്റ്സൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. എതിർലിംഗക്കാരുമായിട്ടുള്ള ചങ്ങാത്തത്തിൽ ഒരു കെയർ വേണം. പൊതുവെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും. മംഗളകർമ്മങ്ങളിലോ മറ്റ് സാമൂഹ്യ ഫംഗ്ഷനുകളിലോ ഒക്കെ പങ്കെടുക്കുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ശുക്രനും ബുധനും ഒക്കെ 5ലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ 5ാം ഭാവാധിപൻ ശനി 5 നിൽക്കുന്നു. വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിലാണെങ്കിലും പഠനത്തിലൊക്കെ ഒരു ശ്രദ്ധയുണ്ടാകും. പക്ഷേ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബുധൻ വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഓവർ കോൺഫിഡൻസ് ഒഴിവാക്കണം. ഇപ്പോൾ നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു തോന്നൽ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ പഠനത്തിലൊക്കെ ഒരു ആലസ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കഴിവതും അതിൽ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കണം. പോർഷനൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. അതുപോലെ നല്ല പെർഫോമൻസൊക്കെ അവർക്ക് കാഴ്ചവെക്കാൻ കഴിയും. ക്രിയേറ്റീവ് ഫീൽഡിലായാലും കലാപ്രവർത്തനങ്ങളിലായാലും പഠനത്തിലായാലും അവർക്ക് ശോഭിക്കാൻ കഴിയുന്ന സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്കും വളരെ അനുകൂല സമയമാണ്. അവർക്കൊക്കെ അത് മുഖാന്തരം സുഖാനുഭവങ്ങളുണ്ടാകും. മന്ത്രശാസ്ത്രങ്ങളിൽ ഒക്കെ ചിലപ്പോൾ താല്പര്യം കൂടും. പൊതുവെ ഒരു സന്തോഷ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ ബന്ധം, സുഹൃത്ത് ബന്ധം ഒക്കെ ആയിരിക്കും ഈ ബുധശുക്രയോഗം
ഈ ചിങ്ങൻ രാശിയിൽ വരിക വഴി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചികലഗ്നക്കാർക്കും, അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട് നക്ഷത്രക്കാർ. ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചികലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് 7-ാം ഭാവാധിപനാണ്, അതുപോലെ 12-ാം ഭാവാധിപനുമാണ്. അപ്പോൾ 7ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ 31-ന് കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. അവിടെ ബുധനുണ്ട്. ആ ബുധൻ എന്ന് പറയുന്നത് അഷ്ടമ ഭാവാധിപനുമാണ്, 11-ാം ഭാവാധിപനാണ്. അപ്പോൾ ആ 8ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ കർമ്മസ്ഥാനത്തുണ്ട്. ആഗസ്റ്റ് 21 വരെ ബുധനുമായിട്ട് ശുക്രന് യോഗം വരുന്നുണ്ട്. അപ്പോൾ കർമ്മസ്ഥാനത്ത് ആയതുകൊണ്ട് തൊഴിലിൽ പൊതുവെ കോൺസെൻട്രേഷൻ കൂടും, കർമ്മമേഖലകളിൽ നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് തൊഴിലിടത്തൊക്കെ തൊഴിലിൽ ഉയർച്ച, പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമാണ്. തൊഴിൽ ഭാഗ്യം ഉണ്ടാകും. ബുധൻ വക്രത്തിലായതുകൊണ്ട് തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ശ്രദ്ധ വേണം, തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ 16 ആകുമ്പോൾ, ആഗസ്റ്റ് 16 മുതൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കാരണം ആ സൂര്യൻ ആ രാശിയിലേക്ക് വരികയാണ്. കർമ്മഭാവാധിപൻ കർമ്മസ്ഥാനത്തേക്ക് തന്നെ വരുന്നു. അപ്പം അത് തൊഴിലിൽ വലിയ നേട്ടം ഉണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കായാലും തൊഴിൽ ചെയ്യുന്നവർക്കായാലും വളരെ വലിയ നേട്ടം ഉണ്ടാകും. മാത്രമല്ല, ചിലർക്ക് അവരുടെ ജീവിത പങ്കാളിക്ക് തൊഴിലില്ല എങ്കിൽ ആ തൊഴിൽ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിക്ക് തൊഴിലുണ്ടെങ്കിൽ ആ തൊഴിലിൽ അവർക്ക് ഉയർച്ചയ്ക്കും സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഈ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് പൊതുവെ ത്യാഗമനോഭാവവും തൊഴിലുമുള്ള ഒരു ജീവിത പങ്കാളിയെ ഈ സമയത്ത് കണ്ടെത്താനാകും. തൊഴിലിൽ ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം. ബിസിനസ്സിൽ പുരോഗതി, ധനനേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പൊതുവെ ബിസിനസ് എക്സ്പാൻഷനൊക്കെ അനുകൂല സമയമാണ്. അതിന് വേണ്ടുന്ന പ്ലാനും തന്ത്രവും ഒക്കെ ആവിഷ്കരിക്കാനൊക്കെ അനുകൂല സമയമാണ്. അതുപോലെ വിദേശ വിപണനം വഴിയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാവും. പൊതുവെ ഒരു പൊതുജന സ്വീകാര്യത ഈ കുറുകാർക്കുണ്ടാകും. സമൂഹത്തിലെ ഉന്നത വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അവരുടെയൊക്കെ സൗഹൃദങ്ങൾ ഒക്കെ തന്നെ പ്രൊഫഷണൽ തലത്തിൽ വലിയ നേട്ടങ്ങൾക്ക് ഭാവിയിൽ അത് വഴിതെളിക്കും. അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടത്തുന്നവർക്ക് വലിയ നേട്ടം ഉണ്ടാകും. സാമൂഹ്യ ബന്ധം വഴിയൊക്കെ വലിയ നേട്ടം ഉണ്ടാകും. ബുധനും ശുക്രനും ഒക്കെ 4-ലാണ് ദൃഷ്ടി ചെയ്യുന്നത്. ഇപ്പോൾ 2ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു, അതുപോലെ ജന്മരാശിയാധിപനായ കുജനുമായിട്ട് യോഗം ചെയ്യുന്നു, ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ കൂടുതൽ അറിവ്, ജ്ഞാനം ഇവയൊക്കെ ആർജിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. ശനി 4-ലുള്ള സമയമാണ്. ഇപ്പോൾ ആലസ്യമൊക്കെ ഒഴിവാക്കി പഠനത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. ഇപ്പോൾ നല്ല പെർഫോമൻസ്, അപ്പോൾ പൊതുവെ ഈ കൂറുകാർക്ക് ഈ സമയത്ത് വേണ്ടതെന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ഒഴിവാക്കുക, വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കുക. അങ്ങനെയൊക്കെ പോകുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും, യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുറയുന്നതിനും കുടുംബത്തിലെ അന്തരീക്ഷമൊക്കെ പൊതുവെ സന്തോഷകരമാകുന്നതിനും 4-ലെ ബുധൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വഴിതെളിക്കുമെന്ന് തന്നെ പറയാം. ചിലർക്ക് ഇപ്പോൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ ആ ബുധനും ശുക്രനും ഒക്കെ 4-ൽ ദൃഷ്ടി ചെയ്യുന്നത് അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.